നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെയാണ് സുവർണ ദിവസം. നമ്മളെ ആരിനി ഭരിക്കാൻ പോകുന്നു എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമുള്ള കാത്തിരിപ്പാണ്. നാളത്തെ ദിവസത്തിനായി നമ്മളെല്ലാവരും തയ്യാറെടുക്കുകയാണ്. എന്താണ് റിസൾട്ട്, അല്ലെങ്കിൽ കേരളം എന്താണ് വിധി എഴുതിയിരിക്കുന്നത്? LDFന് നേരെയുള്ള കേരളത്തിൻ്റെ വിധി എന്താണ്? UDFന് നേരെയുള്ള കേരളത്തിൻ്റെ വിധി എന്താണ്? BJPക്ക് നേരെയുള്ള കേരളത്തിൻ്റെ വിധി എന്താണ്? അപ്പോൾ നാളെയാണ് ആ ദിവസം. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ ആകാംക്ഷ ാണ് കേരളം. വോട്ടെണ്ണൽ ദിവസം മുന്നണികളെ നയിച്ച നേതാക്കൾ എവിടെയായിരിക്കുമെന്നതൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പിണറായിയിലെ വീട്ടിൽ തന്നെയായിരിക്കും. അവിടെ ഇരുന്നാണ് അദ്ദേഹം ആ വിധി അറിയാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ നിന്നും അദ്ദേഹം പോയിരുന്നു. ഔദ്യോഗിക യാത്രയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. അതിനുശേഷമാണ് ക്ലിഫ് ഹൗസിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയത്. ശേഷം അദ്ദേഹം പിണറായിയിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുമോ എന്നതാണ് ചോദ്യം. എന്തായാലും പിണറായിയിലെ വീട്ടിലിരുന്നാണ് അദ്ദേഹം നാളത്തെ റിസൾട്ട് അറിയാൻ പോകുന്നത്. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തലസ്ഥാനത്തായിരിക്കും. അദ്ദേഹം ഇന്ന് രാത്രി തലസ്ഥാനത്തെത്തും. വോട്ടെണ്ണലിൻ്റെ അന്നും തുടർന്നുള്ള ദിവസങ്ങളും തിരുവനന്തപുരത്തുണ്ടാകും. പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. പ്രത്യേകിച്ച് ഇന്ദിരാഭവനിലൊക്കെ വലിയ രീതിയിലുള്ള പന്തലൊക്കെ ഒരുങ്ങുന്നുണ്ട്. പന്തൽ വെറുതെ ആകുമോ അതോ ഫലവത്താകുമോ എന്നൊക്കെ നാളെ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്തായിരിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിലാണ്. അദ്ദേഹം വോട്ടെണ്ണലിൻ്റെ അന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല ഹരിപ്പാട് വീട്ടിലിരുന്നാണ് അദ്ദേഹം നാളത്തെ വോട്ടെണ്ണൽ ദിവസം ആയിരിക്കുക. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വോട്ടെണ്ണൽ ദിവസം വരെ തിരുവനന്തപുരത്തുണ്ടാകും. ഫലം വന്ന ശേഷം തിരുവനന്തപുരത്ത് തുടരേണ്ടതുണ്ടെങ്കിൽ തുടരും, അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് മടങ്ങും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലെത്തും. ഉച്ചവരെ തിരുവനന്തപുരത്ത് തുടർന്ന ശേഷം കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വോട്ടെണ്ണൽ ദിനത്തിൽ BJP സംസ്ഥാന ഓഫീസിലും മത്സരിച്ച നേമത്തുമായി ഉണ്ടാകും. എങ്ങനെയാണ് വിധി എന്നൊക്കെ അറിയാൻ എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇത്തരത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലിരുന്ന് തന്നെയാണ് റിസൾട്ട് അറിയാൻ പോകുന്നത്. എന്തായാലും വളരെ ആകാംക്ഷ നിറഞ്ഞ ദിവസത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മളെ മലയാളികളൊക്കെ സംബന്ധിച്ച് വലിയൊരു ആവേശം നിറഞ്ഞ ദിവസമാണ് നാളെ. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കൊക്കെ വലിയ രീതിയിലുള്ള ആവേശം. തോൽക്കുന്നവർക്ക് വിഷമമുണ്ടാകും, ജയിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകും. എന്തായാലും നാളെ സംസ്ഥാനത്ത് കരുതൽ അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ ആവേശമുണ്ടാകും, ആഘോഷമുണ്ടാകും. ഭരണം നേടുന്നവരുടെ ഭാഗത്ത് നിന്ന് ആഘോഷത്തിൻ്റെ തിമിർപ്പൊക്കെ ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ള കരുതലൊക്കെ ഉണ്ടാകും. അതേസമയം വോട്ടെണ്ണ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനമായിരിക്കും നാളെ സംഭവിക്കുക എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ UDFന് കെട്ടിയിട്ടുണ്ടെന്നതൊരു സർവേകൾക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കേരളത്തിൽ 1977 ആവർത്തിക്കുമെന്നും 111 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂഞ്ഞാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് PC ജോർജ്. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരുമായി 1 കോടി രൂപ പന്തയം വയ്ക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കുമെന്നും PC ജോർജിന്റെ പ്രതീക്ഷ. അതേസമയം മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ആരെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസിന് സ്വാതന്ത്ര്യമുണ്ട്. ലീഗിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ മെയ് 4 ശേഷമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറയാനാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. 60 മുതൽ 69 സീറ്റ് വരെ LDFന് കിട്ടുമെന്ന് എക്സിറ്റ് പോൾ ഫലം പറയുന്നുണ്ടെന്നും കേവല ഭൂരിപക്ഷത്തിന് പിന്നെ 2 സീറ്റല്ലേ വേണ്ടതുള്ളൂവെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. എന്തായാലും ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത അവസാന നിമിഷം ആൻറ്റി ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ജനങ്ങളുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചാൻസ് ഇപ്പോൾ ഫലങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. തുടർഭരണം ഉണ്ടാവും. ബാധിക്കുമെന്ന് തോന്നുന്നു. UDF വരുമെന്നാണ്.
എന്തുകൊണ്ടെന്ന് എക്സിറ്റ് പോൾ പറഞ്ഞല്ലോ, അവര് മൂന്നാം ഇനി തുടരാൻ പറ്റില്ല. എന്തായാലും UDF വരാൻ ചാൻസ് ഉണ്ട്. പ്രതീക്ഷ അവര് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകൾക്കൊക്കെ ബസ് യാത്ര പറഞ്ഞിട്ടുണ്ട്, സൗജന്യ യാത്ര, പെൻഷൻ കൂട്ടുന്നുണ്ട്, അങ്ങനെ പൊതു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഈ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് ഒരു വിലയിരുത്തൽ? സജഷനാണ്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാലൊക്കെ ലിസ്റ്റ് നിപ്പുണ്ട്. സജഷനാണല്ലോ പണി ചെയ്യുന്നത്, പുള്ളിയാണല്ലോ എല്ലാത്തിലും നിൽക്കുന്നത്, പുള്ളിയാണ് എല്ലാം ഇൻഫോൾഡ്. അപ്പൊ UDF വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJP എവിടെയെങ്കിലും താമര വിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു? BJPക്ക് ചാൻസ് ഉണ്ടെന്ന് പറയുന്നു, വിരിഞ്ഞാൽ. അത് കോൺഗ്രസ് അധ്യക്ഷൻ കാര്യം ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ജനങ്ങളിലുണ്ട്. പിന്നെ VD സതീശന്റെ നല്ലൊരു പ്രതീക്ഷയാണ്. പിന്നെ അത് മാത്രമല്ല, കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കേണ്ട ആവശ്യകത ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. അതാണ് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത്. ഇപ്പൊ ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപിടി ഉണ്ടല്ലോ, അപ്പൊ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ്? തീർച്ചയായിട്ടും അടിപിടി ഉണ്ട്. പക്ഷെ അതൊക്കെ കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് VD സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ BJP എവിടെയെങ്കിലും ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? BJP ജയിക്കാനുള്ള സാധ്യതയുണ്ടോ എവിടെയെങ്കിലും? BJP ഒരു പക്ഷേ ഈ നേമത്ത് ജയിക്കാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും തുടർഭരണം വേണ്ട, അല്ല, തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഭരണം മാറി മാറി വരും. കാര്യം മറ്റേതല്ലെങ്കിൽ ഒരു ഏകാധിപത്യ രീതിയൊക്കെ ആയിപ്പോകും. ഇപ്പോഴും തന്നെ ഈ ദളിത് വിഷയങ്ങളിലൊക്കെ സർക്കാർ പരാജയപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊക്കെ നീതിന്റെ വിഷയത്തിലൊക്കെ അതിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളിലെല്ലാം അനാവശ്യമായിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. സമരങ്ങളിലൂടെ നേടിയെടുത്താണ് നമ്മുടെ നാടിന്റെ ഇത്രയും മുന്നോട്ടുള്ള പ്രയാണം. അപ്പൊ സമരം ചെയ്യാനുള്ള അവകാശം ഇവിടെ ജനാധിപത്യപരമായിട്ട് ആർക്കും ഉണ്ട്. പക്ഷെ അപ്പൊ ഒരു വിഭാഗം ജനങ്ങൾ സമരം ചെയ്തപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാനും ആ സമരത്തെ പുച്ഛിക്കാനും ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇവിടുത്തെ ചാനലുകാർ പോലും മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതൊക്കെ ജനാധിപത്യ രീതിയിലൂടെ അവർക്കും എല്ലാവർക്കും തുല്യ നീതിയാണ് ഭരണഘടന പറയുന്നത്. അതേ കണക്ക് ഭരണഘടനാപരമായിട്ട് തുടർന്ന് പോകണം. അതാണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈക്വൽ ആണ്. അതാണ്. അപ്പൊ അത് അങ്ങനെ തുല്യതയിലേക്കുള്ളൊരു ഇത് പോയപ്പോൾ ഇനിയും ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന ആൾക്കാരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. അതിനോട് എന്താണ് തടസ്സം? ഈ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഭാഗം എപ്പോഴും ബാക്കിൽ കിടക്കുക, മറ്റവർക്ക് അധികാരങ്ങള്, മറ്റു സ്വത്ത്, മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുപോവുക, ഇവര് നോക്കൂത്തലായിട്ട് ഇങ്ങനെ നിന്നാ പ്രക്രിയ. തീർച്ചയായിട്ടും അതൊക്കെ മാറി അവരെയൊക്കെ ഒരുപാട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. UDF വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും എന്റെ